ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു തക്കാളി രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തും പറയുന്നത് പോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ രസം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ കുരുമുളകൊക്കെ രസത്തിൽ കുറച്ച് അധികം ചേർത്താൽ നല്ല ഒരു രുചിയും ഗുണമൊക്കെ ആയിരിക്കും. അതുപോലെ ഇതാ ഒരു 1/2 ടീസ്പൂൺ ജീരകം, നമ്മുടെ നല്ല ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അതുപോലെ കുറച്ച് വെളുത്തുള്ളി അല്ലികളും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലാവുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾ സാരാക്കണ്ട. അതുപോലെ തന്നെ ഇനി ചേർക്കുന്നത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ പുളിക്ക് നമ്മൾ ഒരുപാട് തക്കാളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതാ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അത്യാവശ്യം പേസ്റ്റ് ആവുന്നത് വരെ തന്നെ നിങ്ങൾ അരച്ചെടുത്തോളൂ. ഇപ്പോൾ നമ്മളിതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതാ ഈ ഒരു സമയത്ത് ഞാൻ നേരത്തെ പുളി വെള്ളത്തിലിട്ടായിരുന്നു, ഒരു വലിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി. അപ്പോൾ നമ്മുടെ പുതിയ പുളി ആയതുകൊണ്ടാണ് ഈ ഒരു കളറിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്പി ഇതിൻ്റെ നീര് മാത്രമാക്കിയിട്ട് ഒന്ന് എടുക്കുക. അപ്പോൾ ഇതാ പുളി ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കട്ടെ. ഈ സമയത്ത് നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട്. രസമൊക്കെ ചട്ടിയിൽ വെച്ചാൽ കുറച്ച് രസം കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ഞാനിതാ ആദ്യം തന്നെ നമ്മൾ അരച്ച നമ്മുടെ അരപ്പ്, കുരുമുളകും ജീരകവും തക്കാളിയും എല്ലാം കൂടെ അരച്ചിട്ടുള്ള നമ്മുടെ അരപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തിരുമ്പി വെച്ചിരിക്കുന്ന നമ്മുടെ പുളിവെള്ളം, അതും കൂടി ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പുളിവെള്ളം ഞാൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തു. നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ മുഴുവൻ സത്തും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ എരിക്ക് പകരം പച്ചമുളകും അതുപോലെ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് രസം തയ്യാറാക്കുന്നവരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഇനി നമ്മളിതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ അടുപ്പത്ത് വെക്കുകയാണ്. അതിന് മുന്നായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നാടൻ കറിവേപ്പിലയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ രസം നന്നായിട്ട് തിളച്ച് അതിൻ്റെ പുളി ഒന്ന് വെന്ത് വരണം. അപ്പോൾ നമുക്കിതിൻ്റെ മണം വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും രസം എത്രത്തോളം തയ്യാറായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ രസം ചെറുതായിട്ട് തിളച്ച് പൊങ്ങി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് ഒരു 2 മിനിറ്റ് നേരം നമ്മൾ അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ രസം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഓപ്ഷനിലാണ്. ഞങ്ങളിവിടെ എപ്പോഴും ഈ രസം പൗഡർ ചേർത്തിട്ട് രസം തയ്യാറാക്കാറുണ്ട്. ഈ പൊടി ചേർത്തില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ രസത്തിന് നല്ല തനതായിട്ടുള്ള രുചി എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിതാ ഈ ബിസ്മി മസാല എന്ന് പറയുന്ന രസം പൗഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ഞങ്ങൾ ഉപയോഗിച്ച് നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഇത് എപ്പോഴും ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി അതും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നല്ല മണമൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് കായം പൊടി ചേർക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ LGയുടെ കായം പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഞാനൊരു 1/2 ടീസ്പൂണോളൊക്കെ കായം ചേർത്തിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും കായത്തിൻ്റെ മണം നല്ല ഇഷ്ടമാണ്. പിന്നെ രസത്തിൽ കായമില്ലാതെ എന്താല്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയില കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഈ ഒരു രീതിയിലല്ല രസം തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ. അവസാനമായിട്ട് നമ്മളിതാ കടുക് കൂടെ വറുത്തൊഴിക്കുന്നുണ്ട്. നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഇതുപോലെ കടുക് വറുക്കുന്നത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.